എനിക്ക് യൂട്യൂബിൽ നല്ല വ്യൂസ് ഉണ്ടായിരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഗൈസ്. അത് ഞാൻ ഗൾഫിൽ വെച്ചിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്തപ്പോൾ അത് പക്കാ ഫെയിൽ ആയി പോയി. കാരണം എന്താന്നുള്ളത് വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ പറയും. വളരെ സിമ്പിളായി നമുക്ക് ഇത് ഉണ്ടാക്കാം കേട്ടോ. ഒരു കപ്പ് തേങ്ങയിലേക്ക് 1/2 കപ്പ് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് പാനിലേക്ക് നമുക്ക് പശുവിന്റെ നെയ്യ് ചേർത്ത ശേഷം നന്നായി തിളപ്പിക്കുക. അതിലേക്ക് ഈ ഒരു മിശ്രിതം ഇട്ട് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്ത് മാറ്റി. 3 നേന്ത്രപ്പഴമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ അധികം പഴുക്കാത്തതും വല്ലാണ്ട് പച്ചയായതും എടുക്കരുത്. ഈ ഒരു പാകത്തിന് വേണം എടുക്കാൻ. എന്നിട്ട് ഇതുപോലെ ഇതേ ഷേപ്പിൽ വേണം നമ്മൾ ചെത്തി എടുക്കാൻ വേണ്ടിയിട്ട്. ചെത്തുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, അല്ല നമുക്ക് ചുരുട്ടുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് നമ്മളൊരു പാനിൽ വെച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് ചൂടോട് കൂടിയിട്ട് ഈ ഒരു മിശ്രിതം ഇതിലേക്ക് വെച്ചിട്ട് നമ്മൾ ചുരുട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് എൻ്റെ പരീക്ഷണം ഇതായി പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലത്തെ പഴാവുന്നേരം ശരിക്കും നമുക്ക് ചുരുണ്ട് കിട്ടും. എന്നിട്ട് ഒരു ചെറീസും വെച്ച് ഒരു ടൂത്ത് പിക്കും വെച്ച് നമുക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഗൾഫിലത്തെ പഴത്തിനാകുന്ന സമയത്ത് ഇങ്ങനെ ചുരുട്ടുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇതിന്റെ പേരാണ് പഴം നിറച്ചത് എന്നുള്ളത്. അപ്പൊ ഞാൻ 3-4 വർഷം മുമ്പ് യൂട്യൂബിൽ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് വ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്.